ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും മുതിർ റിവ്യൂയിലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മലയാളം മൂവിയാണ്. വലതുവശത്തെ കളൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ജിത്തു ജോസഫാണ്. കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ജോ ജോർജ്, ബിജു മേനോൻ, ലെന, ലിയോണ, ശാരദ ഗോകുൽ തുടങ്ങിയ പ്രധാനമായിട്ടും കാസ്റ്റിംഗ് വരുന്നുണ്ട്. വലതുവശത്തെ കളനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇമോഷണൽ ത്രില്ലർ എന്ന നിലയ്ക്കാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ത്രില്ലർ ഉണ്ടായിരുന്നു, കാരണം വേറെ നല്ല എക്കാലത്തെയും മികച്ച ഡയറക്ടർമാരിൽ ഒരാളാണ് ജിത്തു ജോസഫ്. തിരിച്ചറിയുമ്പോൾ അദ്ദേഹത്തിന്റെ മികച്ച സൃഷ്ടികൾ നോക്കി കഴിഞ്ഞാൽ മെമ്മറീസും ദൃശ്യവും ഒക്കെ എപ്പോഴും മുൻപന്തിൽ കാണുന്നതിനിടയ്ക്ക് കൂമൻ പോലുള്ള ചിത്രമൊക്കെ ചെയ്തിരുന്നു. പിന്നെ മിറാഷ് ബാക്കി നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ത്രില്ലർ അദ്ദേഹത്തിന്റെ ഒരു ഒരു കൈയടക്കം എന്നുള്ള പോലെ തന്നെ പ്രതീക്ഷകൾ ഏറെ തന്നെയായിരുന്നു. അങ്ങനെയാണ് വലതുവശത്ത് കളൻ കണ്ടടങ്ങിയത്. കണ്ടർക്ക് പൂർണ്ണമായിട്ടും ഒരു നിരാശയാണ് സമ്മാനിച്ചത്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം അത് അങ്ങനെ പടത്തിന്റെ ഒരു ഫോൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊരു പറയാത്ത രീതിയിലുള്ള ഒരു ഇമോഷണൽ ത്രില്ലർ എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് പടത്തിന്റെ ഒരു. അങ്ങനെയാണ് എൻ്റെ കണ്ടന്റ്. അപ്പൊ എന്റെ സ്റ്റോറി നോക്കുക വെച്ചാൽ ഇതിൽ പ്രധാനമായിട്ടും രണ്ട് കഥാപാത്രങ്ങളാണ്, ജോയ് ജോർജും അതുപോലെ തന്നെ ബിജു മേനോൻ. രണ്ടുപേരും തമ്മിലൊരു ക്യാറ്റ് ആൻഡ് മൗസ് കളി എങ്ങനെയാണ് ആരാണ് കണ്ടുപിടിക്കുന്ന തരത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ കണ്ടന്റ്. അതായത് താൻ ചെയ്തുള്ള കുറ്റം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു. അപ്പോൾ അതെവിടെ അല്ലെങ്കിൽ അതെങ്ങനെയാണ് കണ്ടെത്തുന്നതാണ് ഇതിന്റെ കണ്ടന്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള പടത്തെ ഏകദേശം 2.5 മണിക്കൂറിന് താഴെയായിട്ടാണ് ഡ്യൂറേഷൻ വരുന്നുള്ളൂ. അപ്പോൾ പടത്തെ കുറിച്ച് മൊത്തം നമ്മൾ പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ചില ഭാഗത്തൊക്കെ നല്ല ലാഗ് അനുഭവപ്പെട്ടു, നല്ല ബോറിംഗ് ആയിരുന്നു. ചില ഭാഗത്ത് ചില ത്രില്ലിംഗ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു 1-2 മിനിറ്റിൽ മാത്രം ആളി കത്തുന്നു, പിന്നീട് നടന്നു പോകുന്നു എന്ന പ്രത്യേകതയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ഗുണമേന്മ അല്ലെങ്കിൽ ഒരു കവറേജ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കവറേജ് എന്താ പറയുക, ആ കഥ പാത്രത്തേക്ക് പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരിലേക്ക് കണക്റ്റ് ആവാത്ത രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രകടനത്തിന്റെ കാര്യത്തിൽ പോസിറ്റീവ് പെടുത്താവുന്ന ഒരു ഘടകം തന്നെയാണ് പ്രകടനങ്ങൾ. അത് ഓരോ വ്യക്തികളും തനിക്ക് കൊടുത്തുള്ള റോളൊക്കെ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചെടുപ്പിൽ ജോജു ജോർജിന്റെ കഥ നമുക്ക് ആർക്കറിയാം. ഇമോഷണൽസ് രംഗങ്ങളൊക്കെ ആണെങ്കിൽ എക്സ്പ്രഷനിൽ അദ്ദേഹം ഗംഭീരമായി തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ റോള് നൈസായി തന്നെ അധികം വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ബിജു മേനോന്റെ റോളാണ് എടുത്തു പറയേണ്ടത്. എസ്പെഷ്യലി ഇതിലുള്ള ഒരു കഥാപാത്രമാണ് ആഞ്ജലി എന്നാണ് ഇതിന്റെ കഥാപാത്രത്തിന്റെ പേര്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആ കഥാപാത്രത്തിനുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ഉണ്ടോ ഒരു ആ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു കഥാപാത്രത്തിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി അദ്ദേഹത്തിന് ഇൻഡോർ സീൻ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കും ഈ കഥാപാത്രം എങ്ങനെയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മറ്റിടയിലാകുമ്പോൾ അദ്ദേഹം അവിടെ കാണിച്ചു കൂട്ടുന്ന ഒരു പ്രകടനത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതാണ് ഈ രണ്ടുപേരാണ് ഇതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി എടുത്ത് പറയാൻ സാധിക്കുക. ബാക്കി സപ്പോർട്ടിങ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളും അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ മനോഹരമാക്കി. ഈ പടത്തിന്റെ നെഗറ്റീവിനോട് ഞാൻ പറഞ്ഞ പോലെ സ്ക്രീൻ പ്ലേ തന്നെയായിരുന്നു. കാരണം എവിടെയും ചെന്നെത്താത്ത പോലത്തെ ഒരു ഒഴുക്ക് പോലും ഇല്ലാത്ത ഒരു സ്ക്രീൻ പ്ലേ വളരെ ഫ്ലാറ്റായിട്ട് പോകുന്നതാണ് ഇതിന്റെ തിരക്കഥ. കാരണം എവിടെയും ഒരു ത്രില്ലിംഗ് മൂവ്മെന്റോ ഒന്നും തന്നെ എത്തിക്കുന്നില്ല. ഒരു ഇമോഷണൽ ത്രില്ലിംഗ് ആയിട്ടാണ് അത് കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ ഇമോഷണലായിട്ട് ഈ കഥാപാത്രങ്ങളായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. അത് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ വിജയന്റെ റോളാണെങ്കിലും അല്ലെങ്കിൽ ജോർജ് കുറച്ച് ഇമോഷണൽസ് ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽസ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിൽ ആ കഥാപാത്രത്തിന്റെ എത്രത്തോളം ഒരു ഇമോഷൻസ് കണ്ടു ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാണുന്ന പ്രേക്ഷകരിലേക്ക് അത് എത്താത്തതാണ് മറ്റൊരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ക്ലൈമാക്സ് സീൻസ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ട്വിസ്റ്റുകൾ വാരി വിതറുന്നുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കഥാപാത്രം തമ്മിൽ കണക്ട് ആവുന്നില്ല. കാരണം ആ ട്വിസ്റ്റ് നമുക്ക് അങ്ങനെ തോന്നണമെങ്കിൽ ആ കഥാപാത്രം എന്തായിരിക്കണം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് കുറച്ച് സ്പേസ് കൊടുക്കണമായിരുന്നു. അത് ഇതിലില്ല. കാരണം അല്ലേ ആള് ഇടയ്ക്ക് വന്നു പോകുന്നു. ഈ ഓഡീഷൻ പരിപാടി സുരേഷ് ഗോപി വന്നപോലെ തന്നെ ഇടയ്ക്ക് വന്നു പോകുന്നു, ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്നു. ആ ഒരു പരിപാടിയായിരുന്നു പടത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം വലിയ 1-2 സീരീസ് മാത്രമാണ് ആ കഥാപാത്രം കൊടുത്തുള്ളൂ. പക്ഷെ ആ കഥാപാത്രം ഒന്നും എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. അതൊരു മറ്റൊരു പോരായ്മ തോന്നുന്നു. അപ്പോൾ ഇത് അവരാണ് പടത്തിൽ പ്രധാനപ്പെട്ട വില്ലൻ കാണിച്ചിട്ട് വലിയ ടേസ്റ്റൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും കാര്യമില്ല, അതൊട്ടും തന്നെ ഏറ്റില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ ക്ലൈമാക്സിലൊക്കെ ഒരുപാട് രംഗങ്ങൾ മാറ്റം വരുത്താമായിരുന്നു. വലിയൊരു ഇമോഷണലി ടച്ച് കിട്ടുന്നില്ല. കാരണം ഇമോഷണലി ശ്രദ്ധിക്കാൻ പറ്റുന്ന പല സീൻസും പടത്തിലുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സീൻസോ അല്ലെങ്കിൽ എന്താ പറയുക ഭാഗങ്ങളൊന്നും തന്നെ വേണ്ട രീതിയിൽ
പെർസെൻറ്റേജ് ചെയ്തില്ല. മറ്റൊരു പോരായ്മയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് കുറച്ചും കൂടി ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ട്. പക്ഷെ ഒരു ചിത്രം നമ്മൾ ഇമോഷണൽ ത്രില്ലറാണെങ്കിൽ എന്തൊരു ത്രില്ലറാണെങ്കിൽ ചെറുപ്പം കാണുന്ന സമയത്ത് കുറച്ചുകൂടി കഥാപാത്രത്തോട് പൂർണ്ണമായിട്ട് നമ്മൾ അടുക്കാറുണ്ട്. പക്ഷേ ഒട്ടും തന്നെ കഥാപാത്രങ്ങളോടൊന്നും തന്നെ ഇമോഷണൽസ് അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നുന്നില്ല. അതൊരു പോരായ്മയാണ്. കാരണം ഇമോഷണൽ ആണെന്ന് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഭാഗത്ത് പോലും ആ ഇമോഷണൽ സീൻസ് നമുക്ക് കണ്ടിട്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ വല്ലാതൊരു വിഷമം തന്നെയാണ്. പ്രകടനത്തിൻ്റെ പ്രശ്നമല്ല, തിരക്കഥയിലുള്ള വളരെയേറെ ഉള്ള ഒരു പോരായ്മ തന്നെയാണ് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. വൺ വീക്കായിരുന്നു ഇതിൻ്റെ തിരക്കഥ എന്ന് തന്നെ എടുത്ത് പറയണം. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ പാട്ടുകളുണ്ട്. പാട്ടുകൾ അത്യാവശ്യം കൊള്ളാവുന്ന പാട്ടുകളുണ്ട്, വേണ്ട എന്ന് തോന്നിക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. കൂടുതലായി കീറി മുറിക്കുന്നില്ല. പിന്നെ ഓരോ കഥാപാത്രം വന്ന് പോകുന്നുണ്ട്, പോലീസുകാരൊക്കെ ഉണ്ട്. എന്തിനെന്തോ കാരണം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. കാരണം ലോജിക്ക് നോക്കാച്ച ഒട്ടും തന്നെ ലോജിക്ക് ഇല്ലാത്ത ഒരു ഫിലിമാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഇതിൽ ചോദ്യങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് മുന്നോട്ട് പോകുന്നത് പടത്തിൽ. കാരണം അതങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ്. കാരണം ടെസ്റ്റ് വാരി തരാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ലാസ്റ്റ് അവർക്ക് ഉത്തരം കിട്ടാതെ പോലെ അവസാനിപ്പിച്ച പോലെയായിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നി. കാരണം ലോജിക്കിൻ്റെ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. ചിന്തിക്കുകയെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് അതിനോട് നമ്മൾ കൂടുതൽ കിടക്കുന്നില്ല. ഇപ്പോൾ വലതുവശത്തെ കള്ളിനെ കുറിച്ച് എന്താ പറയുക, കൂടുതലായിട്ട് വലിയ ആകാംക്ഷ പ്രതീക്ഷിച്ചത് കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ഒരു ഏവരെ അഭിപ്രായമായിട്ട് നമുക്ക് തോന്നാം. അതാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു. ഒറ്റ തടം പറഞ്ഞ് കൂടുതലായിട്ട് ഈ മക്കളെ അടിച്ചേൽപ്പിക്കുന്ന ചില ഫാൻസ് ഉണ്ട്. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ, അത് ചെയ്യാൻ പാടില്ല, മറ്റേ മകനെ കണ്ടുപിടിച്ചോ മറ്റേ ഇവളെ കണ്ടുപിടിച്ചോ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് കൂടുതലും മക്കളിൽ കൂടുതലായിട്ട് ഒരു അടിച്ചേൽപ്പിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക പഴയ ഒരു ആധിപത്യം സ്ഥാപിക്കൽ തിരക്കുന്ന ഒരു ഫാൻസ്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കണം. അല്ലാതെ നല്ലൊരു പ്രായത്തിൽ അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ ഒരുപാട് ഉപദ്രവിച്ച് വലുതായിട്ട് വെറുപ്പ് സംഭവിച്ചിട്ട് കാര്യമില്ല. അതൊക്കെയാണ് പടത്തിൽ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് നീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചാൻസ് വളരെ കൂടുതൽ തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു അങ്ങനത്തെ ഉള്ള സ്റ്റോറി. കാരണം അങ്ങനെ ഒരു പാരൻസും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വന്തം മക്കളാണ്, ആ നിലയ്ക്ക് നിൽക്കണം എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചെറിയ ഇമോഷൻസും കുറച്ച് ഭാവങ്ങളൊക്കെ പടത്തിൽ വരുന്നുണ്ട്. ഈ പടത്തിറങ്ങിയിട്ട് ചിത്രത്തിൽ പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം മക്കളെ മനസ്സിലാക്കാത്ത പാരൻസ് ഉണ്ട്, മക്കളൊപ്പം നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇത് പറഞ്ഞു പോകുന്നുണ്ട്. കൂടുതലായിട്ട് എന്താ പറയുക, മക്കളും ഒരു അച്ഛനും മകളും തമ്മിലുള്ള അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിലുള്ള ഒരുപാട് രംഗങ്ങൾ അവർ തമ്മിലുള്ള ബോണ്ടിങ് ഒക്കെ ഇതിലേക്ക് എവിടേക്കോ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയല്ലോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നണം, അല്ലെങ്കിൽ നമ്മൾ സ്വയം ചിന്തിച്ചെടുക്കണം എന്നുള്ള തരത്തിലായിരുന്നു ഈ പടത്തിൻ്റെ ഒരു തിരക്കഥയും കാരണം നമ്മുടെ മുമ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ വരെയും എത്തിച്ചത്. അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് എനിക്കൊട്ടും തന്നെ കറക്റ്റായി ഞാൻ പറഞ്ഞല്ലോ തിരക്കഥ വളരെ വീക്കായിരുന്നു. കാരണം ഇമോഷണലായിട്ട് നമുക്കൊരു കുറച്ചുകൂടി ഇന്ത്യയൊക്കെ തോന്നണം ഈ കഥാപാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ബാക്കിയിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടന്നെന്ന് പറഞ്ഞ് കാണിക്കുന്നു. പക്ഷെ അതെന്താണെന്ന് കാണിക്കുന്നില്ല. വെറുതെ ഒരു ഫോട്ടോ കാണിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കേജി പോലെ കുറേ ഡയലോഗ് പറഞ്ഞ് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു കുറേ ഡയലോഗ് പറയുന്നുണ്ട്. ബാക്കി ഒരുപാട് ത്രില്ലിംഗ് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത് മാത്രമല്ല ഈ മൊബൈൽ നമ്പർ വെച്ചുള്ള കുറച്ചുള്ള ഗെയിം ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമുകളൊക്കെ ഉണ്ട്. അതുപോലെ സ്പോയിലർ ലൈഫും ഇതൊക്കെ എന്ത് ലോജിക്ക് എന്ന് ചോദിച്ചു പോകുന്ന തരത്തിലായിരുന്നു അതിൻ്റെ ഭാവന കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ജിത്തു ജോസഫ് എന്നറിയുന്ന ഒരു ഡയറക്ടർ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പഴയൊരു കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ട് അദ്ദേഹം ഇപ്പോഴും ഒരു സീരിയൽ മേക്കിംഗ് കാരണമാണ് വന്നിട്ടുള്ളത്. ഇത് പക്ഷേ ദൃശ്യം 3 എന്തായിരിക്കും എന്നൊരു ചോദിച്ചിട്ട് മാറ്റി ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ഈ നിരാശപ്പെടുത്തുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ടായിരുന്നു. സ്ക്രീൻ പ്ലേ അദ്ദേഹം ആയിരുന്നില്ല. ഒരു പക്ഷേ ദൃശ്യത്തിൻ്റെ സ്ക്രീൻ പ്ലേ അദ്ദേഹം തന്നെ ആയതുകൊണ്ട് ഒരു പ്രതീക്ഷകൾ ഏറെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ഒന്നാണ് ദൃശ്യം എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ്. അപ്പോൾ ആ യൂണിവേഴ്സിൻ്റെ അത് കളഞ്ഞു പിടിക്കാൻ അധികം ശ്രമിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതല്ല ജനങ്ങൾ എന്ത് കണ്ടു കഴിഞ്ഞാലും സ്വീകരിക്കുന്ന ചിന്താഗതിയിലാണ് അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആടപ്പാടെല്ലാം മൂഞ്ചി പോകുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും. എന്തായാലും സാധാരണ ഒരു ഡയറക്ടർക്ക് കുറച്ചുകൂടി മുകളിലോട്ട് പോകുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. എന്തായാലും പറഞ്ഞിട്ട പേര് തന്നെ വലതുവശത്തെ കാണാനേക്കാൾ നല്ലത് വീണ്ടും താഴോട്ട് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എന്താ പറയുക, വലതുവശത്തും കണ്ടവരുള്ള വ്യക്തികളാണ് നിങ്ങളെ ഇവരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് അടിക്കുക. ബൈ ഫ്രണ്ട്സ്.